ഞാൻ ഫിലിപ്പ് മമ്പാടിന്റെ കാര്യം പറഞ്ഞു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു ഈ ഫിലിപ്പ് മമ്പാട്. ഇപ്പം അകത്ത് കിടക്കുക പോക്സോ കേസിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാട് പോലീസ് കസ്റ്റഡിയിൽ. കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ 16 വയസ്സുകാരിയുടെ പരാതിയിലാണ് നടപടി. കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ചേവായൂർ പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മുബഷിപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിപ്പി അക്ബർ, ഈ ഫിലിപ്പ് മമ്പാട് ഇടയ്ക്ക് ചില മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തിയിരുന്നയാളല്ലേ? ഇയാളൊരു പോലീസുകാരൻ കൂടിയല്ലേ? എന്താണ് സംഭവിച്ചത് മുബഷീർ? അതെ അരുൺകുമാർ, അദ്ദേഹം ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. മോട്ടിവേഷൻ വീഡിയോ ഉൾപ്പെടെ ചെയ്യാറുണ്ടായിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ചെവായൂർ മേഖലയിലെ ഒരു 16 വയസ്സുകാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ചെവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എഫ്ഐആർ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ 16-കാരിക്ക് നേരെ ഇയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് തന്നെ കണ്ടെത്തുന്നത്. ഈ കാസർകോട്ടെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പെൺകുട്ടിയെ എത്തിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫിലിപ്പ് മമ്പാടിനെ ഇന്നലെ അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ വസതിയിൽ നിന്നാണ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചതായി ഒരു ഘട്ടത്തിൽ നിലമ്പൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ പുറത്തിറക്കും. അറസ്റ്റും അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിലമ്പൂർ, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കേസ് നിലമ്പൂർ പോലീസിലേക്ക് കൈമാറിയിരിക്കുന്നത് എന്നുള്ളതാണ് ചെവായൂർ പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതായി നിലമ്പൂർ പോലീസും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ മോട്ടിവേഷൻ വീഡിയോ ഉൾപ്പെടെയുള്ള കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിരുന്നു. മുൻപ് പോലീസ് ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ മോട്ടിവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ കൌൺസിലിംഗ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നിരവധി ആളുകൾ വരാറുണ്ട്. അത്തരത്തിൽ വന്ന ഒരു 16-കാരിയെ ഈ വിധത്തിൽ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടി ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഈ വിധത്തിലുള്ള മൊഴി കൊടുത്തു എന്നുള്ളത് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അരുൺകുമാർ, ഫിലിപ്പ് മമ്പാട് ഒരുപാട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്യാമ്പയിനിൽ ഇയാളുടെ പേരൊക്കെ കേട്ടിട്ടുണ്ട്. ചില കോളേജുകളിലൊക്കെ പരിപാടി വിളിച്ചതായിട്ട് നമ്മൾ തിരഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നു. എന്തായാലും 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി, ആ കുട്ടി കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ ഫിലിപ്പ് മമ്പാടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.